ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ട് വരുന്നതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിന് ശേഷം കുറേ പേർക്കെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ കാണുന്നുണ്ട്. അതായത് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് അതിനുശേഷം 1-2 ആഴ്ചയ്ക്ക് ഉള്ളിൽ ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ പനിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നത്തിൻ്റെ വളരെ ചെറിയ ഒരു ലക്ഷണം കണ്ടു തുടങ്ങിയാൽ പോലും നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ പ്രോട്ടീൻ ഡയറ്റ്, അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ഷുഗർ വളരെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക, പ്രത്യേകിച്ച് ഈ പനിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിനെ പ്രതിരോധിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ തുടക്കത്തിലേ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് വെളുത്തുള്ളി. നമ്മൾ 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ വെളുത്തുള്ളി എന്ന് പറയുന്ന നാച്ചുറൽ ആൻറ്റിബയോട്ടിക് തന്നെയാണ്. ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി ചതച്ചോ അല്ലെങ്കിൽ അരിഞ്ഞോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു 5 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ നമ്മൾ കുടിവെള്ളം തിളപ്പിക്കുന്നതിലേക്ക് നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളപ്പിക്കുക. ഇത് നമ്മൾ രാത്രി തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ നമുക്ക് കുടിക്കാവുന്നതാണ്. പിന്നെ ഈ വെളുത്തുള്ളി ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാനായിട്ടും പ്രൈവറ്റ് ഏരിയ വാഷ് ചെയ്യാനായിട്ടും നമുക്ക് ഉപയോഗിക്കാം, പ്രത്യേകിച്ച് ഈ ഒരു ഇൻഫെക്ഷനുള്ള സമയത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിൽ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ചെയ്യാവുന്നതാണ്. ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് നീറ്റൽ കാര്യങ്ങൾ ഉണ്ടാകും. ഈസ്റ്റ് ഇൻഫെക്ഷനുള്ള ആൾക്കാർക്ക് അത് വളരെ നല്ലതാണ്. വളരെ ആശ്വാസം കിട്ടും. ചൊറിച്ചിൽ പ്രശ്നങ്ങൾ, ഇച്ചിങ് ഒക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കും. അത് നമുക്ക് ദിവസത്തിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു 5 ഗ്ലാസ് വെള്ളത്തിൽ വേണം ഈ ഒരു 5 വെളുത്തുള്ളി ചതച്ചിട്ട് തിളപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 2 കാര്യം വെളുത്തുള്ളി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഈ വെള്ളം ചെറു ചൂടോടുകൂടി വേണം ഉപയോഗിക്കാനായിട്ട്, വാഷ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോപ്പോ യാതൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ മാറ്റാനായിട്ട് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോബയോട്ടിക്സുകൾ ധാരാളമുള്ള തൈര് ഉപയോഗിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ മോരും വെള്ളമായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അത് നല്ല ബാക്ടീരിയകളെ നമ്മുടെ ശരീരത്തിൽ കൂട്ടാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. സാധാരണ കുടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ കുടിക്കുക. എന്ന് വെച്ച് പെട്ടെന്ന് ഒന്നിച്ച് കൂടുതൽ വെള്ളം കുടിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. പല തവണകളായിട്ട് വെള്ളം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ കരിക്കിൻ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ 2 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം നമ്മുടെ കരിക്കിൻ വെള്ളമായിട്ടൊക്കെ കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ക്രാൻബെറി എന്ന് പറയുന്ന ഫ്രൂട്ടിൻ്റെ ജ്യൂസ് നമ്മൾ കഴിക്കുന്നതും ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻ മാറാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സുകളെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തൈരൊക്കെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. ഒരുപാട് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.